എല്ലാവർക്കും ഫേവറേറ്റ് മലയാളം സ്റ്റോറീസിലേക്ക് സ്വാഗതം. ഇന്ന് ശ്രീ പത്മരാജൻ്റെ ഒരേ ചന്ദ്രന്മാർ എന്ന കഥ കേൾക്കാം. ഒരേ ചന്ദ്രന്മാർ. മണിയറയിലേക്ക് വധു ആദ്യമായി കാൽ കുത്തുമ്പോൾ തേഞ്ചുകുട്ടി നായർ നിലത്ത് കുന്തിച്ചിരുന്ന് കട്ടിൽ കാലിൽ വിരൽ മടക്കി കൊട്ടി നോക്കുകയായിരുന്നു. വധു പാൽക്കുണ്ടിയും പിടിച്ച് തല കുമ്പിട്ടു നിന്നു. ഇതെന്താ, തേക്കിൻ്റെയാണോ? തേഞ്ചുകുട്ടി നായർ വിസ്മയത്തോടെ ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റു. അറിയില്ല എന്ന ഭാവത്തിൽ അവൾ കണ്ണു ചായച്ചു. ആണെന്നാ തോന്നുന്നു. അയാൾ കിടക്കി അല്പം മടക്കി വെച്ച് തടിയിൽ വിരലോടിച്ചു. തേക്കെന്നെ. അയാളുടെ ശബ്ദത്തിൽ അത്ഭുതം പൊടിച്ചു വന്നു. ലക്ഷ്മിക്കുട്ടിക്ക് ഒരു വലിയ അതിശയം കേൾക്കണോ? അവൾ ആകാംക്ഷയോടെ മുഖം ഉയർത്തി. ഇതുപോലെ ഒരു കട്ടിൽ എൻ്റെ വീട്ടിലുണ്ട്. മുഖം താഴ്ന്നു. ഇതു തന്നെ അസല് തേക്കിൻ്റെ കട്ടില്. കാലിലെ ആ ചിത്രപ്പണിയും കൂടി ഇതന്നെ. ഞാനത് എങ്ങനെ ഇവിടെ എത്തിയെന്ന് ആലോചിക്കുകയായിരുന്നു. അയാൾ പകപ്പോടെ മുറിയുടെ മൂലയിൽ കിടന്ന സ്റ്റൂളിന് നേരെ നടന്നു ചെന്നു. ഇതാ ഇതും. ഇതുപോലത്തെ സ്റ്റൂളും അവിടെ ഉണ്ട്. അമ്മാമ്മ താമ്പാളം വെക്കണത്. അയാൾ സ്റ്റൂൾ എടുത്ത് തിരിച്ചും മറിച്ചും നോക്കി. ഇതുപോലെ ഒരു സ്റ്റൂളിലാ. വധു പരിഭ്രമിച്ചു കഴിഞ്ഞിരുന്നു. ഇതെന്താ കുട്ടിയുടെ കയ്യില്? പാല്? ആർക്ക്? എനിക്കാ? അതെ, ഇങ്ങോട്ട് തരൂ. കിണ്ടിയുടെ വാലിൽ നിന്ന് ആട്ടിയ പാൽ കുറുകുറുന്നനെ ഒഴുകി. പകുതി കുടിച്ചിട്ട് ലക്ഷ്മിക്കുട്ടി മന്ത്രിച്ചു. എനിക്ക് തരണം. ഓഹോ, അങ്ങനെയാ. അയാൾ പാത്രം മടക്കി കൊടുത്തു. ലക്ഷ്മിക്കുട്ടി പാത്രം ചുണ്ടിലേക്ക് ഉയർത്തി. പെട്ടെന്ന് അയാൾ അതിൽ കടന്നു കുടിച്ചു. ഇതെന്താ ഒരു മായ? പാത്രം തിരിച്ചും മറിച്ചും നോക്കിക്കൊണ്ട് തേഞ്ചുകുട്ടി നായർ പെറുകുറുത്തു. ഇതിലുണ്ട് VK. അവൾ കണ്ണു പിഴിച്ചു നിന്നു. ഇതെന്താ ഇതിൽ കൊത്തിയിരിക്കണ്? അമ്മയുടെ പേരാ കാർത്യായനി അമ്മ. ദൈവമേ, ഞാൻ പരിഭ്രമിച്ചു പോയിട്ടോ. തേഞ്ചുകുട്ടി നായർ ആശ്വാസത്തോടെ പറഞ്ഞു. ഞാൻ തിരിച്ചു വീട്ടിലേക്ക് കിണ്ടി ഇവിടെ വന്നിരിക്കണമെന്ന്. അവിടെ പെങ്ങളുടെ പേരാ കൊത്തിയിരിക്കണ്. അതും ഇത് തന്നെ. വാലോത്ത് കാവിൽ അമ്മു. VK. അയാളുടെ മുഖത്തേക്ക് പുതിയ വെളിച്ചം അടിച്ചു കയറിക്കൊണ്ടിരുന്നു. അങ്ങോട്ടിരിക്കുവോ? വധു മന്ത്രിച്ചു. അവളുടെ ശരീരം വിറച്ചു. ഇരിക്കുക. തോളിയെ തോർത്തമുണ്ടുകൊണ്ട് ആകെ വീശി തേഞ്ചുകുട്ടി നായർ കട്ടിലിൽ വന്നിരുന്നു. അയാളുടെ നാസാരന്ധ്രം വികസിച്ചു. ഇതെന്താ ഇവിടെ ഒരു വാസന? ഇവിടെ എന്താ വാസനയുണ്ടോ? അവൾ ചോദിച്ചു. മുറിയിൽ സാമ്പ്രാണിയുടെയും ചന്ദനത്തിരിയുടെയും മണം തങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. എൻ്റെ മുറിയിൽ എപ്പോഴും വാസന. എന്താണെന്നറിയോ? അവിടെ തൊടിയിൽ ഒരു പാല പൂക്കാറുണ്ട്. എന്താ വാസന എന്നറിയോ? ഇവിടെ തൊടിയിലുണ്ട് ഒരു പാല പൂത്തിട്ട്. കണ്ടോ? തേഞ്ചുകുട്ടി നായർ ചാടി എണീറ്റു. അതന്നെ, അതേ വാസന തന്നെ. അയാൾ മുറി മുഴുവൻ നടന്നു മൂക്ക് തുറന്നു ശ്വസിച്ചു. അയാളുടെ മുഖത്ത് ചിരപരിചിതമായ ഒരു അന്തരീക്ഷത്തിൽ ചെന്നുപെട്ടതിൻ്റെ മടുപ്പും പഴക്കവും കാണാമായിരുന്നു. ഇവിടെ ഇരിക്കൂ. ലക്ഷ്മിക്കുട്ടി അക്ഷമയായതുപോലെ തോന്നി. അയാൾ അനുസരിച്ചു. ഭാര്യ വെറ്റിലയിൽ ചുണ്ണാമ്പ് തേച്ചു അടക്കിയ കൈവെള്ളയിലിട്ട് അരികിൽ വന്ന് നിന്നു. അതെന്താണാവോ? വെറ്റിലപ്പാക്ക് തരൂ. അയാൾ അത് വാങ്ങി ചവച്ചു. 2 വട്ടം കീഴ്ത്താട്ടി ചലിച്ചു. പിന്നീട് നിശ്ചലമായി. കണ്ണുകൾ ആലോചനയിലാണ്ടു. എനിക്കെന്താ ഒരു മതിഭ്രമം പോലെ. എന്തു പറ്റി? ഭാര്യ പരിഭ്രമത്തോടെ ചോദിച്ചു. ഇതാരുടെ വീട്? എൻ്റെ. അവൾ നെഞ്ചിൽ കൈയടിച്ചു സത്യം ചെയ്തു. തേഞ്ചുകുട്ടി നായർ കൈവെള്ളയിലേക്ക് അരഞ്ഞ വെറ്റില തുപ്പി വെളിച്ചത്തിൽ കൊണ്ടുചെന്ന് പരിശോധിച്ചു. എന്തായി കാട്ടുന്നത്? അല്ല, ഞങ്ങളുടെ തൊടിയിലുണ്ടാവുന്ന വെറ്റിലയ്ക്ക് ഈ സ്വാദുണ്ടാവോ? എനിക്ക് പെട്ടെന്ന് തോന്നി ഇത് അവിടുത്തെ വെറ്റില തന്നെയെന്ന്. ഇത് ഇവിടെ ഉണ്ടാവണതാ. സത്യം തന്നെ. അയാൾ ആശ്വാസത്തോടെ വെറ്റില വീണ്ടും വായിലേക്കിട്ടു. എനിക്ക് വിശ്വാസം വരുന്നില്ല. ഗ്രാമത്തിന്റെ അതിർത്തിയിലെ പട്ടണത്തിൽ നിന്ന് സൈറൻ വിളിയുടെ ഒരു ചീല മുറിക്കുള്ളിലെത്തി. അയാൾ വധുവിന്റെ തോളിൽ തൊട്ടു. ലക്ഷ്മിക്കുട്ടി സമാധാനത്തോടെ കണ്ണുകളടച്ചു. ഗുരുവായൂരപ്പ, ആദ്യത്തെ മട്ടു കണ്ടിട്ട് എന്തൊക്കെയോ ധരിച്ചുപോയി. മെല്ലെ മാറിലമർത്തി മുഖം കൈവെള്ളയിൽ എടുക്കാൻ ശ്രമിച്ചു. അവൾ രോമങ്ങൾക്കിടയിൽ മുഖം മറിച്ചു. പെട്ടെന്ന് വിരലുകൾ ചലിക്കാതെയായി. മുഖത്തിന്റെ പിൻഭാഗത്തേക്ക് വന്ന് തട്ടിയ ശ്വാസം നിലച്ചു. അവൾ കണ്ണു പാതി തുറന്നു. തേഞ്ചുകുട്ടി നായർ പ്രേതത്തെ കണ്ടതുപോലെ അവളുടെ ദേഹത്തേക്ക് തുറിച്ചു നോക്കുകയായിരുന്നു. എന്താ അത്ര നോക്കാൻ? ഈ ബ്ലൗസ്, അതിനിപ്പെന്താ? ഇത് നിന്റെയാ? അതെ. അമ്മോനും ദേ ബ്ലൗസ് കണ്ടിട്ടുണ്ട്. നിനക്ക് ഇത് എവിടെ നിന്ന് കിട്ടിയെന്ന് ഞാൻ അതിശയിക്കായിരുന്നു. തേഞ്ചുകുട്ടി നായർ പറഞ്ഞു. നിന്റെ കഴുത്തും കയ്യും വയറും ഒക്കെ കാണുമ്പോൾ അമ്മൂനെയും കാവേരിയും ഒക്കെ ഓർമ്മ വരും. ആരെ കാവേരി? വീട്ടിലെ വേലക്കാരി. അവളുടെ കൈ പോലെ തന്നെ നിന്റെ കയ്യിലെ വള പോലത്തെ വളകൾ അമ്മു ഇടുന്നതും കണ്ടിട്ടുണ്ട്. വേലക്കാരിയുടെ കയ്യിൽ തൊട്ട് നോക്കിയിട്ടുണ്ടോ? പിന്നില്ലേ. എന്തിനായിരുന്നു? ആയി. നിന്നെ പിന്നെ എന്തിനാ തൊടണത്? ലക്ഷ്മിക്കുട്ടി ശ്രമിച്ചിട്ടും തേങ്ങി കരിയാതിരിക്കാൻ കഴിഞ്ഞില്ല.
നീ കരയാ? തേഞ്ചുകുട്ടി നായർ അവളുടെ മുഖം ഉയർത്തി. എന്തിനു കരയണം? ഒന്നുമില്ല, വെറുതെ. ഞാൻ പേടിച്ചു പോയിട്ടോ. അയാൾ ചിരിച്ചു. കണ്ണിലെ മഷിയെല്ലാം തേച്ചുല്ലോ, സാരമില്ല. പൻപൊരിക്കലും എൻ്റെ അനിയത്തി കരഞ്ഞു. ഇതുപോലെ തന്നെ കണ്ണിലെ മഷി തേച്ചു. അവളത് തുടയ്ക്കാണ്ട് ഉമ്മറത്തേക്ക് വന്നപ്പോൾ അമ്മ പിടിച്ചു പടച്ചു. അപ്പം എന്താ കളി? മുഖം മുഴുവൻ മഷി. ഓർമ്മയുടെ സുഖത്തിൽ ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. നിന്റെ കരച്ചിൽ കണ്ടപ്പോൾ എനിക്കതാ ഓർമ്മ വന്നത്. അതൊക്കെ ഓർത്താ പിന്നെ ചിരിക്കാണ്ടേ വയ്യ. ലക്ഷ്മിക്കുട്ടി ചിരിച്ചില്ല. അവൾ മെല്ലെ പറഞ്ഞു. വിളക്കണയ്ക്കൂ, നമുക്ക് ഉറങ്ങാം. അണച്ചോളൂ. വിളക്കണഞ്ഞു. മാറിലെ നേരിതഴിച്ചിട്ട് അവൾ കട്ടിലിൽ വന്ന് മലർന്നു കിടന്നു. നെഞ്ചുമിടിച്ചു. 19 നാഴികയുടെ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇരുട്ടിൽ തേഞ്ചുകുട്ടി നായർ ദുഃഖിക്കുന്നത് കേട്ടു. വിളക്കണയ്ക്കണത് കൂടി ഞങ്ങളുടെ വീട്ടിലേക്ക് പോലെ തന്നെ ഒരൊറ്റ ഊത്ത്. ലക്ഷ്മിക്കുട്ടി ഒന്നും മിണ്ടിയില്ല. അവൾ ഉറങ്ങാതെ കിടന്നു. ഇരുട്ടിൽ നായർ എഴുന്നേൽക്കുന്നതും മുറി മുഴുവൻ തപ്പി നടന്ന് പരിശോധിക്കുന്നതും കേട്ടു. രാത്രി കനത്തു. പിന്നെ ക്ഷീണിച്ചു. തളർന്ന തെക്കൻ കാറ്റിന്റെ മുഴക്കം കേട്ടു. താഴെ ചെടികളിൽ ഉരുകാത്ത മഞ്ഞിന്റെ ആശയറ്റ പൊഴിച്ചിൽ. വെളുപ്പാൻ കാലത്തിന് മുമ്പ് ഉറക്കത്തിൽ നിന്ന് ലക്ഷ്മിക്കുട്ടി ഞെട്ടി ഉണർന്നു. ജനാലയ്ക്കരികിൽ നിന്ന് തേഞ്ചുകുട്ടി നായർ ഉറക്കെ വിളിക്കുന്നുണ്ടായിരുന്നു. ലക്ഷ്മിക്കുട്ടിയെ, ലക്ഷ്മിക്കുട്ടിയെ. അവൾ പിടഞ്ഞെണീറ്റു. ഇങ്ങോട്ട് ഓടി വരിക. അവൾ ഓടിച്ചെന്നു. ദാ നോക്കൂ, കണ്ടോ? അയാൾ അവളെ പിടിച്ചു ജനാലയുടെ മുന്നിൽ നിർത്തി. പുറത്തെ ആകാശത്തിലേക്ക് വേവലാതിയോടെ കൈച്ചുണ്ടി. ഉതിർന്നലയുന്ന മേഘങ്ങൾ, മയങ്ങുന്ന ചന്ദ്രൻ, കുളിർന്നു കൂനിയ നക്ഷത്രങ്ങൾ, ഇരുട്ട്. എന്താപ്പോ കാണാൻ? അവൾ ഉറക്കച്ചടവോടെ ചോദിച്ചു. അവൾക്ക് നല്ലതുപോലെ ദേഷ്യവും ഉണ്ടായിരുന്നു. ഒന്നുമില്ലേ? തേഞ്ചുകുട്ടി നായർ അവളെ തള്ളി മാറ്റിക്കൊണ്ട് ആവേശത്തോടെ ചോദിച്ചു. ഇല്ലേ? ഒന്നുമില്ലേ? ഞങ്ങളുടെ വീട്ടിലെ അമ്പിളിമാമനെ നിങ്ങൾ തട്ടിയെടുത്തോണ്ട് വന്നിട്ട് അതിലൊന്നുമില്ലേ? എന്താ ഒരു കളി! ലക്ഷ്മിക്കുട്ടി ബോധമറ്റവളെ പോലെ നോക്കി നിൽക്കുമ്പോൾ തേഞ്ചുകുട്ടി നായർ കോപത്തോടെ എന്തൊക്കെയോ കുറുകുറുത്തുകൊണ്ട് വാതിൽ തുറന്ന് ഇറങ്ങിപ്പോയി. ഇടുങ്ങിയ നാട്ടുവഴിയും വിസ്തൃതമായ പാടവും പിന്നിട്ട് ചുറുചുറുക്കോടെ നടക്കുമ്പോൾ അയാൾ ഇടയ്ക്കിടയ്ക്ക് മുകളിലേക്ക് നോക്കി. അമ്പിളിമാമനെ താൻ കൂടെ കൊണ്ടുപോരുന്നുണ്ട്. നഷ്ടപ്പെടാനുള്ളതായിരുന്നു. ഒരു കണക്കിൽ രക്ഷപ്പെടുത്തി. സമാധാനം. ശുഭം.